In a T20 World Cup encounter against Australia, Rohit Gurunath Sharma scored 92 from 41 balls, an innings to remember for a lifetime. ക്രീസിൽ ഫോമിൽ എത്തി നിൽക്കുന്ന രോഹിത് ശർമ്മയെ കാണുമ്പോൾ ഒരു ആനച്ചന്തമാണ്. പന്ത് എറിയുന്നത് ആരാണെങ്കിലും അതിർത്തി വരെ കടത്താൻ രോഹിത്തിന് പുഷ്പം പോലെ സാധിക്കും. ഒരു ആയാസവുമില്ലാതെ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പന്തേറുകാരനായ മിച്ചൽ സ്റ്റാർക്കാണെങ്കിലും അനായാസം തനിക്ക് സമയമേറെ കിട്ടുന്നുണ്ടെന്ന് തോന്നിപ്പിക്കും വിധം അയാൾ സിക്സറുകളുടെ മാല പടക്കം തീർക്കും. പാറ്റ് കമ്മിൻസ് ആണെങ്കിൽ ഒരു സ്പിന്നറെയാണ് താൻ നേരിടാൻ പോകുന്നതെന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ കാണികൾക്ക് സമ്മാനിക്കും. കാരണം ആ ഒരു സ്റ്റൈലിലാണ് അയാൾ കമ്മിൻസിനെയൊക്കെ കഴിഞ്ഞ ദിനം അതിർത്തി വരെ കടത്തിയത്, സ്റ്റാർക്കിനെ അതിർത്തി വരെ കടത്തിയത്. കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ നേടുന്ന 50-100 റൺസുകളല്ല, അതെടുത്ത വിധമാണ് ഏറ്റവും പ്രധാനം. ബോളർമാരെ സമ്മർദ്ദത്തിലാക്കാൻ ആദ്യ പന്ത് മുതൽ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഈ T20യിൽ വേണ്ടതെന്ന് രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് പറഞ്ഞത് സ്വയം പ്രാബല്യത്തിൽ വരുത്തി മാതൃക കാട്ടിയ ഇന്നിങ്സ് ആയിരുന്നു കഴിഞ്ഞ ദിനം പിറന്നത്. അപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി 5 പന്തുകൾ നേരിട്ട് പതിവില്ലാത്ത വിധം പതറി 0 ക്രീസ് വിട്ടപ്പോൾ സ്വാഭാവികമായി ഒരു സമ്മർദ്ദമുണ്ടായിരിക്കണം. എന്നാൽ മിച്ചൽ സ്റ്റാർക്കിനെ അടിച്ചു പരത്തിയ ആ ഒരൊറ്റ ഓവർ മതിയായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ഗുരുനാഥ് ശർമ്മയ്ക്ക് കഴിഞ്ഞ മത്സരം ഇന്ത്യയുടെ വരുതിയിലാക്കാൻ. Never seen any player hammered 4 sixes versus Mitchell Starc in ICC tournaments but Rohit. Rohit Sharma got into vintage mode. That set the tone for Team India. 29 runs against Mitchell Starc is not everyone's cup of tea. T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ഓസ്ട്രേലിയയെ 24 റൺസിന് തോൽപ്പിച്ചതോടെ ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിക്കുകയായിരുന്നു. സെന്റ് ലൂസിയയിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസാണ് നേടിയത്. രോഹിത് ശർമ്മയുടെ 41 പന്തിലെ 92 റൺസ് ആ ഇന്നിംഗ്സാണ് മികച്ച സ്കോറിലേക്ക് ഇന്ത്യയെ നയിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഓസീസിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എടുക്കാനാണ് സാധിച്ചത്. 43 പന്തിൽ 76 റൺസ് നേടിയ ട്രാവിസ് ഹെഡാണ് അവരുടെ ടോപ്പ് സ്കോറർ. ഹർഷദീപ് സിംഗ് 3 വിക്കറ്റ് വീഴ്ത്തുകയുണ്ടായി. രോഹിതിന്റെ ഇന്നിംഗ്സ് ആയിരുന്നു ഇന്ത്യയുടെ വിജയത്തിലെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ്സ്. 8 സിക്സറും 7 4ഉം ഉൾപ്പെടുന്നതായിരുന്നു രോഹിത്തിന്റെ ഇന്നിംഗ്സ്. ക്യാപ്റ്റൻ സ്നോക്ക് സെഞ്ചുറിക്ക് 8 റൺസ് അകലെ അദ്ദേഹം മടങ്ങുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ പന്തും കോഹ്ലിയും എല്ലാം റൺസ് എടുക്കാൻ പാടുപെട്ട സമയത്തായിരുന്നു മറ്റേതോ ലീഗിലെന്ന പോലെ രോഹിത് ശർമ്മ പുകഴ്പ്പെട്ട ഓസീസ് ബോളിംഗ് നിരയെ തല്ലി തകർത്തത്. 19 പന്തിലായിരുന്നു അദ്ദേഹത്തിന്റെ 50 ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ ടീം സ്കോർ 53 എത്തിയപ്പോൾ 50 റൺസും രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് തന്നെയായിരുന്നു. ഹർഷ ബോഗ്ലെ കഴിഞ്ഞ ഇന്നിംഗ്സ് കണ്ട് പറഞ്ഞതുപോലെ when was the last time you saw Mitchell Starc being hit for 29 runs? This is Rohit Sharma's class. He is the legend of the game. മത്സരശേഷം സെഞ്ചുറി നേടാനാകാത്തതിൽ നിരാശയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. രോഹിത് ശർമ്മ പവർ പ്ലേയിൽ ആക്രമിച്ച് കളിക്കുകയാണ് വേണ്ടത്, അതുതന്നെയാണ് ഞാൻ ചെയ്തത്. അവരുടെ ബോളർമാർ മിടുക്കന്മാരായിരുന്നു, എങ്കിലും സാധ്യമായതെല്ലാം അടിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. മികച്ച വിക്കറ്റായിരുന്നു ഇത്. സെഞ്ചുറി നഷ്ടമായതിൽ എനിക്ക് നിരാശയൊന്നുമില്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളിലും കാര്യമില്ലെന്ന്. ബോളർമാരെ സമ്മർദ്ദത്തിലാക്കണം, അതിന് വലിയ സ്കോറുകൾ വേണം. അതിനാണ് ഞാൻ ശ്രമിച്ചത്. സെഞ്ചുറിക്ക് 8 റൺസ് അകലെ വെച്ച് പുറത്തായതിൻ്റെ നിരാശയൊന്നുമില്ലാതെ ടീമിനെ വിജയിപ്പിച്ചതിൽ ഏറെ ആഹ്ലാദവാനായ രോഹിത് ശർമ്മ പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് പറഞ്ഞതിങ്ങനെയാണ്. അപ്പോൾ ഈ തോൽവിയോടെ ഓസീസിന്റെ സെമി പ്രവേശന സാധ്യതയും അപ്രതീക്ഷിതമായി അടയുകയായിരുന്നു. ബംഗ്ലാദേശുമായുള്ള അടുത്ത മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ജയിച്ചതോടെ ഈ ഗ്രൂപ്പിൽ അഫ്ഗാനും ഇന്ത്യയുമായി സെമിയിലെത്തിയവർ. അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പ് ഫൈനലിലേറ്റ പരാജയത്തിന് T20 ലോകകപ്പിന്റെ സൂപ്പർ 8-ലൂടെ കണക്ക് തീർത്തിരിക്കുകയാണ് ഹിറ്റ്മാന്റെ ടീം ഇന്ത്യ. നമുക്കറിയാം, ചേസിംഗിൽ ഒരു ഘട്ടം വരെ ഇന്ത്യക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഈ മത്സരത്തിൽ ഓസീസിന് സാധിച്ചിരുന്നു. എന്നാൽ രോഹിതിന്റെ ചില തന്ത്രങ്ങൾ, ചില ക്യാപ്റ്റൻസി ബ്രില്യൻസുകൾ അവരെ പൂട്ടുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു ഘട്ടത്തിൽ 206 റൺസ് എന്ന വലിയ വിജയലക്ഷ്യം ഓസ്ട്രേലിയക്ക് അസാധ്യം ആവും എന്നായിരുന്നു അവരുടെ ചേസിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കരുതിയിരുന്നത്. ഡേവിഡ് വാർണറെ ആദ്യ ഓവറിൽ തന്നെ മടക്കിക്കൊണ്ട് ഓസീസിനെ ഇന്ത്യ ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. വാർണർ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും ഫോമിലാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ICC ടൂർണമെന്റുകളിൽ നിർണായക മത്സരങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിലും അതുപോലെ ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലും ഒക്കെ ഇന്ത്യക്ക് എല്ലായ്പ്പോഴും ഭീഷണി ഉയർത്തിയിട്ടുള്ള ഓപ്പണർ ട്രാവിസ് ഹെഡ് വീണ്ടും കൗണ്ടർ അറ്റാക്ക് ഗെയിമിലൂടെ ഇന്ത്യയെ ശരിക്കും വിറപ്പിക്കുകയായിരുന്നു. 2ാം വിക്കറ്റിൽ നായകൻ മിച്ച് മാർഷിനൊപ്പം അദ്ദേഹം 81 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയപ്പോൾ ഇന്ത്യ ഒന്ന് പതറിയിരുന്നു. ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ പവർ പ്ലേയിൽ അവർ 65 റൺസ് നേടുകയുണ്ടായി. ആദ്യ 10 ഓവറിൽ 99 റൺസും കണ്ടെത്താൻ ഓസീസ് സ്കോർ ബോർഡിലുണ്ടായിരുന്നു. ആ സമയത്ത് ഓസീസ് അത്രയും റൺസ് നേടിയിരുന്നു. നേരത്തെ ആദ്യ 10 ഓവറിൽ ഇന്ത്യ 2-ന് 114 റൺസ് എന്ന നിലയിലായിരുന്നു. ഓസീസ് ആവട്ടെ 2 വിക്കറ്റിന് 99 റൺസും നേടുകയുണ്ടായി.
വ്യത്യാസം വെറും 15 റൺസ് മാത്രമായിരുന്നു. ഈ ഘട്ടത്തിൽ ഓസ്ട്രേലിയ നല്ല വിജയപ്രതീക്ഷയിലുമായിരുന്നു. കാരണം 11ാം ഓവർ എറിഞ്ഞ രവീന്ദ്ര ജഡേജയുടെ ഓവറിൽ 17 റൺസ് ആ സമയത്ത് അവർ നേടുകയും ചെയ്തു. അതോടെ അടുത്ത ഓവറിൽ കുൽദീപ് യാദവിനെ രോഹിത് ശർമ്മ തിരിച്ചു വിളിക്കുന്നു. അതാണ് ആ സീൻ മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ഓവറിൽ 9 റൺസ് മാത്രമാണ് ഓസീസിന് ലഭിച്ചത്. അടുത്ത ഓവറിൽ നേരത്തെ പവർ പ്ലേയിൽ ഒരു ഓവറിൽ 12 റൺസ് വിട്ടുകൊടുത്ത അക്ഷർ പട്ടേലിനെ രോഹിത് ശർമ്മ തിരികെ കൊണ്ടുവന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു. ഈ ഓവറിൽ അക്ഷർ വിട്ടുകൊടുത്തത് വെറും 3 റൺസാണ്. സ്പിന്നിനെതിരെ ഓസീസ് പതറുന്നതായി മനസ്സിലാക്കിയതോടെ 2 എൻഡിലും രോഹിത് ആ സമയത്ത് സ്പിന്നർമാരെ നിയോഗിക്കുന്നു. 14ാം ഓവറിൽ വിക്കറ്റും ലഭിക്കുന്നു. കുൽദീപിനെതിരെ കയറിയടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഗ്ലെൻ മാക്സ്വെൽ 12 പന്തിൽ 20 റൺസ് നേടി നിൽക്കുമ്പോൾ ക്ലീൻ ബോൾഡ് ആവുന്നു. ഈ ഓവറിൽ 7 റൺസ് മാത്രമേ പിറന്നുള്ളൂ. 15ാം ഓവറിലെ ആദ്യ പന്തിൽ മറ്റൊരു അപകടകാരിയായ മാർക്ക് സ്റ്റോയിൻസും പുറത്താകുന്നു. തുടർച്ചയായി ഓവറുകളിൽ റണ്ണൊന്നും ലഭിക്കാതിരുന്നതോടെ സമ്മർദ്ദത്തിലായ സ്റ്റോയിൻസ് അക്ഷറിനെതിരെ റിവേഴ്സ് സ്വീപ്പിന് ശ്രമിക്കുകയായിരുന്നു. ഹാർദിക് പാണ്ഡ്യ ബാക്ക്വേർഡ് പോയിന്റിൽ ഇത് പിടികൂടുകയും ചെയ്തു. ഈ ഓവറിൽ 6 റൺസ് മാത്രമാണ് ഓസീസിന് നേടാൻ സാധിച്ചത്. അതായത് 11 മുതൽ 15 വരെയുള്ള ഈ 4 ഓവറുകളാണ് കളി മാറ്റിയതെന്ന് പറയാം, സീൻ മാറ്റിയതെന്ന് പറയാം. വെറും 25 റൺസ് മാത്രമേ ഓസീസിന് ആ സമയത്ത് ലഭിച്ചുള്ളൂ. 2 വമ്പൻ വിക്കറ്റുകൾ ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ രോഹിതിന്റെ ക്യാപ്റ്റൻസി ബ്രില്യൻസ് വെളിവാക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. ഓസീസ് ബാറ്റിംഗിൽ ട്രാവിസ് എഡ് ഒഴികെ മിച്ചൽ മാർഷ് 28 പന്തിൽ 37, അദ്ദേഹം മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിന്നത്. അപ്പോൾ രോഹിതിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഈ മരണമാസ് ഇന്നിംഗ്സിനിടയിൽ അദ്ദേഹം ചില നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്, ചില അപൂർവ നേട്ടങ്ങൾ. T20 ക്രിക്കറ്റിൽ 200 സിക്സറുകൾ പൂർത്തിയാക്കുന്ന ആദ്യ താരമായിരിക്കുകയാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ മത്സരത്തിലൂടെ. ഓസ്ട്രേലിയക്കെതിരെ 5ാം സിക്സർ നേടിയപ്പോഴാണ് രോഹിതിനെ തേടി ഈ അപൂർവ റെക്കോർഡ് എത്തിയത്. 157 മത്സരങ്ങളിൽ നിന്നാണ് രോഹിതിന്റെ ഈ 200 സിക്സർ എന്ന നേട്ടം. മാർട്ടിൻ കപ്റ്റിൽ 173, ജോസ് ബട്ട്ലർ 137, ഗ്ലെൻ മാക്സ്വെൽ 133, നിക്കോളാസ് പുരൻ 132 എന്നിവരാണ് രോഹിതിന് പിറകിലുള്ളത്. അതുപോലെ T20 റൺ വേട്ടക്കാരിൽ പാകിസ്ഥാൻ നായകനായ ബാബർ അസമിനെ മറികടന്നിരിക്കുകയാണ് രോഹിത് ശർമ്മ. 157 T20 മത്സരങ്ങളിൽ നിന്ന് 4165 റൺസാണ് ഇപ്പോൾ ഹിറ്റ്മാന്റെ സമ്പാദ്യം. രോഹിതിനേക്കാൾ ഇപ്പോൾ 20 റൺസ് പിറകിലാണ് ബാബർ അസം. 123 മത്സരങ്ങൾ പൂർത്തിയാക്കിയ പാക് നായകൻ 4145 റൺസാണ് നേടിയത്. ബാബർ അസമിന്റെ ശരാശരി 41 ആണെങ്കിൽ രോഹിതിന് 33 എന്നാൽ രോഹിതിന്റെ പ്രഹരശേഷി 140.80 ബാബർ അസമിനാവട്ടെ 129 മാത്രമാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ മത്സരം എന്ന് പറയുമ്പോൾ രോഹിത് ഗുരുനാഥ് ശർമ്മ അദ്ദേഹം ഫോമിലാണെന്ന് തെളിയിച്ച മത്സരമായിരുന്നു. ഒറ്റയ്ക്ക് പടപൊരുതിക്കൊണ്ട് ഓസീസിനെ തുടക്കത്തിൽ തന്നെ ബാക്ക്ഫുട്ടിലാക്കിയ ആ ഒരു പ്രകടനമായിരുന്നു ഇന്ത്യയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആധാരം.